ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പാർട്ട് 3 കോഴിക്കോട് വിശേഷങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ഞാൻ നേരത്തെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആദ്യം അത് പോയി കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ ബീച്ചിലെ വിശേഷങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ഞങ്ങൾ അവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഐസ് ചുരണ്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി സാധനമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ പിന്നെ അവിടെ മറ്റേ കല്ലുമ്മക്കായ നിറച്ചതും കാടമുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെറൈറ്റിയാണ്, നമുക്ക് കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്നൊരു മെയിൻ സംഭവമാണത്. അങ്ങനെ എനിക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം റീൽസിലൊക്കെ കണ്ടപ്പോൾ തൊട്ട് എനിക്കത് ടേസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. കാരണം ഉച്ചക്ക് മന്തി കഴിച്ച് നല്ല രീതിയിൽ വയറ് നിറഞ്ഞായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ മേടിച്ച്, പക്ഷേ കൊള്ളായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നല്ല നട്ടിച്ച സമയമായതുകൊണ്ട് ഒരു തണൽ കിട്ടിയപ്പോൾ അവിടെ കയറിയിരുന്നു. ഞങ്ങൾ ചായ കുടിച്ചു, കല്ലുമ്മക്കായ നിറച്ചതും കാടമുട്ടയും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഒരു 4 മണി 4:30 ആകുമ്പോൾ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് പോകാം, ഒന്ന് വെയിലൊക്കെ കുറഞ്ഞിട്ട് പോകാം എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ പിന്നെ പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മിഠായി തെരുവിലേക്ക് പോയി. അടുത്തായത് കാരണം ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറിപ്പോയത്. മിഠായി തെരുവ് രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ അത് നല്ല ആസ്വദിച്ചെല്ലാം കാണുമല്ലോ. എല്ലാ ഷോപ്പും കയറി ഇറങ്ങി ഡ്രസ് കളക്ഷൻസും എല്ലാം നോക്കി. വെസ്റ്റേൺ വെയറും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കി. അത് കാരണം ഞാൻ അധികം വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് തിരക്കാൻ വേണ്ടി വാപ്പിയും ഇക്കായും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റിങ്ങിലായിരുന്നു. അതായിരുന്നു ട്വിസ്റ്റ്. അവിടെ ട്രെയിൻ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ച് ഞങ്ങളപ്പോൾ അവിടെ എത്തിയപ്പം ലേറ്റായി, ട്രെയിൻ വിട്ടുപോയി. അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ പിന്നെ ആകെ കുളവായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ 12 മണിക്കായിരുന്നു ട്രെയിൻ. അങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയി നല്ല പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അവിടെ അകത്ത് കയറി. 12 മണിക്കാണ് ട്രെയിൻ, അപ്പോൾ വേറെ വഴിയില്ല. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിരുന്നു, റെസ്റ്റ് എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ട്രെയിൻ എത്തി, അതിൽ കയറി കുറച്ച് നേരം കിടന്നുറങ്ങി. അങ്ങനെ ആലുവയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിയും ഇത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഇറങ്ങണമായിരുന്നു. അങ്ങനെ അവരിറങ്ങി. പിന്നെ ഞങ്ങൾ എറണാകുളം നോർത്തിലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കോഴിക്കോട് വിശേഷം. ഞങ്ങളുടെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.